ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു പ്ലാന്റോറിയം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി റെയർ ഹൈബ്രിഡ് വെറൈറ്റീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോക്ക് വന്നിട്ടുള്ള കമൻറ്റുകളിൽ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഒരുപാട് പുതിയ പുതിയ ഹൈബ്രിഡ്സ് നമ്മുടെ ചാനലിൽ കൂടി അവർക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നമുക്ക് അത് എന്താ പറയുക, നമുക്കതൊരു പ്രിവിലേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. കാര്യം അത്രയും റെയർ ആയിട്ടുള്ള വെറൈറ്റീസ് നമ്മളുടെ അടുത്ത് നിന്ന് തന്നെ പലർക്കും പരിചയപ്പെടാൻ പറ്റുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം നമുക്ക് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുപോലെ നിങ്ങളുടെ പ്ലാൻസൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും റെയർ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഏറ്റവും റേറ്റ് കുറവിലാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടോ, ഈ ഒരു സൈസിലുള്ള വാട്ടർ മെലൺ കിസൊക്കെ 1500 രൂപയാണ് നമുക്ക് ഇന്നത്തെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പ്ലാൻസ് ഒക്കെ ഏതൊക്കെയാണ് എന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഓൺലൈനാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓൺലൈൻ നമ്മൾ DTDC കൊറിയർ വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത്. സാധാരണ പ്ലാന്റുകൾ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി അയക്കാറുണ്ട്. ഉണ്ടെങ്കിലും ബൊഗെയിൻവില്ല പ്ലാന്റുകൾ സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ അയച്ചു തരുന്നതല്ല കേട്ടോ. കാര്യം ചില സമയത്ത് നല്ല ഡിലേ വരുന്നുണ്ട്, പ്ലാന്റുകൾ ചീത്തയായി പോകും. പൈസ കൊടുത്ത് മേടിക്കുന്ന നിങ്ങൾക്ക് നമ്മളത് അയക്കുമ്പോൾ നമുക്കും രണ്ട് കൂട്ടർക്കും അതൊരു ബുദ്ധിമുട്ടായി മാറും, പ്ലാന്റുകൾ നശിച്ചു പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ്, നല്ലൊരു കസ്റ്റമർ റിലേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ബൊഗെയിൻവില്ല പ്ലാന്റുകൾ DTDC വഴി അയക്കാതിരിക്കുന്നതായിരിക്കും, സ്പീഡ് പോസ്റ്റ് വഴി അയക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതുകൊണ്ടാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് ബൊഗെയിൻവില്ല പ്ലാന്റുകൾക്ക് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യാത്തത് കേട്ടോ. പിന്നെ ഉള്ളത് പെറ്റ് സർവീസാണ്. പെറ്റ് സർവീസും ഉണ്ട്, നമുക്ക് ഹോം ഡെലിവറി ചെയ്യുന്ന ഒരു സർവീസും കൂടി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് പെറ്റ് സർവീസിനേക്കാളും ചെറിയൊരു 100 രൂപയുടെ എന്തോ വ്യത്യാസമുള്ളൂ. അവർ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ അവർ പ്ലാന്റുകൾ എത്തിച്ച് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പ്ലാന്റുകൾ ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിതിൽ കാണിക്കുന്ന പ്ലാന്റുകൾ നിങ്ങൾക്ക് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ പ്ലാന്റുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാറ്റലോഗ് നമുക്ക് വാട്സപ്പ് കാറ്റലോഗ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് വഴിയും നിങ്ങൾക്ക് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓരോന്നിൻ്റെയും ID പറയുന്നുണ്ട്. ID കേട്ടിട്ട് ID എനിക്ക് വാട്സപ്പ് അയച്ച് തരികയോ ID ഒന്ന് എഴുതോ വോയിസ് ആയിട്ടോ ടൈപ്പ് ചെയ്തോ വാട്സപ്പിൽ അയച്ച് തന്നാലും നിങ്ങൾക്ക് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. മാക്സിമം കോളുകൾ ഒഴിവാക്കാം കേട്ടോ. കാര്യം കോളുകൾ നമുക്ക് വരുമ്പോഴത്തേക്കും പകൽ നല്ല രീതിയിൽ പാക്കിങ്ങിൻ്റെ തിരക്കുണ്ട്. ഓൾറെഡി നമുക്ക് കഴിഞ്ഞ 2 ആഴ്ചയും ഒത്തിരി ഡിലേ വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് പണിക്കാർ കുറവായിരുന്നു പാക്കിങ്ങിൽ. ഇപ്പോൾ നമുക്ക് പണിക്ക് ആൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പാക്കിങ് കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ കോളുകൾ വന്നു കഴിഞ്ഞാൽ പരമാവധി അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. ആരുടെയും കോള് മനഃപൂർവ്വം നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതല്ല. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു കേട്ടോ. ഇനി നമ്മുടെ പ്ലാന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വന്നിട്ടുള്ളത് പൂന വൈറ്റിൻ്റെ പ്ലാന്റാണ് കേട്ടോ. പൂന വൈറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത്. സൈസും കാര്യങ്ങളെല്ലാം ഓരോ പ്ലാന്റിൻ്റെയും ഞാൻ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ പ്ലാന്റുകൾ നമ്മൾ കാണിക്കുന്ന സമയത്ത് എല്ലാത്തിലും നല്ല പൂക്കളായി നിൽക്കുന്നതായിരിക്കും. പ്ലാന്റ് അയക്കുന്ന ഒരു ടൈമിൽ ചിലപ്പോൾ ഒരാഴ്ച ഗ്യാപ്പിലൊക്കെ ആയിരിക്കും പ്ലാന്റ് ഓർഡർ വരുന്നതും അയക്കുന്നതും. അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഇത്രയും പൂക്കൾ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പൂക്കൾ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസ് വരുന്നത് 200 രൂപീസാണ്. ഞാൻ ഒരുപാട് വിശദമായിട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല, ടൈമിൻ്റെ പ്രശ്നം കൊണ്ട്. കാര്യം ഒത്തിരി വെറൈറ്റീസ് കാണിക്കാനുള്ളതാണ്. ഡോക്ടർ റാവുവിന് നല്ല വലിപ്പമുള്ള സൈസ് പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 220 രൂപീസ്, 220 രൂപയാണ് കേട്ടോ.
അടുത്തത് വരുന്നത് കരീഷ്മ പിങ്കാണ്. കരീഷ്മ പിങ്കിൻ്റെ ഈ ഒരു സൈസിലുള്ള ഇതിന് പിങ്ക് ഡീപ്പ് പിങ്ക് വെരിഗേറ്റഡ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. രണ്ടിൻ്റെയും പിങ്ക് ഷെയ്ഡ് തമ്മിൽ വ്യത്യാസമുണ്ട്, അതുപോലെ ലീഫുകൾ തമ്മിലും വ്യത്യാസമുണ്ട്. 300 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് ഫയറോപ്പാലിൻ്റെ പ്ലാന്റാണ്. ഫയറോപ്പാലിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് 390 രൂപയാണ് കേട്ടോ. 390 റുപ്പീസാണ്. അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റുകളാണ് നമുക്ക് ഫയറോപ്പാലിൻ്റെ സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അടുത്തത് വരുന്നത് തായ് ഡിലൈറ്റ് ഇമ്പീരിയൽ തായ് ഡിലൈറ്റിൻ്റെ പ്ലാന്റാണ്. 400 റുപ്പീസാണ് തായ് ഡിലൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. നല്ല ബുഷിയായിട്ടുള്ള നല്ല വലിപ്പമുള്ള പ്ലാന്റുകൾ തായ് ഡിലൈറ്റിൻ്റെ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അടുത്തത് വരുന്നത് സിംഗപ്പൂർ പിങ്കിൻ്റെ പ്ലാന്റാണ്. സിംഗപ്പൂർ പിങ്കിൻ്റെയും ഹെവി ബുഷി പ്ലാന്റാണ്. ഇതിപ്പോൾ ഒരു 7 ഇഞ്ച് പോട്ടിലാണ് ഇരിക്കുന്നത്. ഇത് ഡയറക്റ്റ് ഒരു 10 ഇഞ്ച് പോട്ടിലേക്ക് മാറ്റാനുള്ള വലിപ്പം വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റും ഉണ്ട് പ്ലാന്റുകൾക്ക്. എന്നാലും നമ്മൾ ഒരുപാട് റേറ്റ് കൂട്ടുന്നില്ല. 400 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. അടുത്ത് വരുന്നത് സിൽവർ ചിത്ര. സിൽവർ ചിത്ര അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ്. നമ്മൾ 2 വട്ടം കൊണ്ടുവന്നിട്ടും വേഗം സ്റ്റോക്ക് കഴിഞ്ഞു പോയൊരു വെറൈറ്റിയാണ് കേട്ടോ. 450 റുപ്പീസാണ് സിൽവർ ചിത്രയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് പ്രൈസ് വരുന്നത്. അടുത്ത് വരുന്നത് സിൽവർ തായ് ഡിലൈറ്റ് ആണ്. ഇലകൾക്ക് ഒരു സിൽവർ കളറും നല്ല ഭംഗിയുള്ള വൈറ്റും പിങ്കും മിക്സ് ആയിട്ടുള്ള പൂക്കളാണ് സിൽവർ തായ് ഡിലൈറ്റിൻ്റെ ഫ്ലവർ വരുന്നത്. അതിന് പ്രൈസ് വരുന്നത് 450 രൂപ. അടുത്തത് വരുന്നത് പൂന ലാവൻഡർ ആണ് കേട്ടോ. അപ്പോൾ ഈ പൂന ലാവൻഡറിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 200 രൂപയാണ്. മുട്ടുകളെല്ലാം വിരിഞ്ഞു തുടങ്ങുന്നുള്ളൂ. നന്നായിട്ട് ബ്ലൂമായി കഴിഞ്ഞ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അടുത്ത് വരുന്നത് ചില്ലി യെല്ലോയുടെ പ്ലാന്റാണ്. ചില്ലി യെല്ലോയുടെ അത്യാവശ്യം നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ് വരുന്നത്. 400 റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. ഞാൻ പ്രൈസ് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ കാറ്റലോഗിൽ എല്ലാത്തിൻ്റെയും പ്രൈസ് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അടുത്തത് വരുന്നത് റൂബി റെഡിൻ്റെ പ്ലാന്റാണ്. പൂക്കൾ വിരിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. 8 ഇഞ്ച് സൈസിലുള്ള പോട്ടിലുള്ള നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. നല്ല നിറച്ചും കവരകളൊക്കെ ഉള്ള നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. 600 രൂപയാണ് കേട്ടോ. അടുത്തത് വരുന്നത് റെഡ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റാണ്. റെഡ് സെപ്റ്റംബറിൻ്റെ ചെറിയ പ്ലാന്റുകൾ നമ്മൾ 800-ന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കുറച്ച് ബുഷിയായിട്ടുള്ള 8 ഇഞ്ച് പോട്ടിലുള്ള വലിയ പ്ലാന്റുകളാണ് ഇപ്പോൾ സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു സൈസ് വരുന്നത് 950 രൂപയാണ് കേട്ടോ. 950 റുപ്പീസിനാണ് ഈ ഒരു സൈസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് അർജുനയുടെ പ്ലാന്റാണ് കേട്ടോ. അർജുനയുടെ പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ ഭംഗി ഇതാ കണ്ടോ, നല്ല ഭംഗിയാണ്. ഒരു വളരെ അട്രാക്റ്റീവായിട്ടുള്ള വെറൈറ്റിയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇത്രയും ബുഷിയായിട്ടുള്ള അർജുനയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 800 റുപ്പീസാണ് കേട്ടോ. 800 രൂപയാണ് അർജുനയുടെ പ്ലാന്റിന് വരുന്നത്. പിന്നെ പ്ലാന്റിന് എല്ലാം സെയിം സൈസ് അല്ല, അതായത് ഒത്തിരി വലുതാണ്, പിന്നെ ചിലത് കുറച്ച് ചെറുതാണ്. നമ്മൾ ആദ്യം ഓർഡർ തരുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ പ്ലാന്റുകളായിരിക്കും അയച്ച് പോകുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് നമ്മുടെ മിസ് വേൾഡിൻ്റെ പ്ലാന്റാണ്. മിസ് വേൾഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 650 രൂപയാണ് കേട്ടോ. 650 റുപ്പീസാണ് കേട്ടോ. നിറച്ച് പൂക്കളായിട്ട് പിങ്കും വൈറ്റും കൂടി കലർന്ന നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് മിസ് വേൾഡ്. നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാണ് മിസ് വേൾഡിൻ്റെ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. അടുത്തത് വരുന്നത് സൂഫി ഇന്ത്യാനയുടെ പ്ലാന്റാണ് കേട്ടോ. സൂഫി ഇന്ത്യാനയുടെ നന്നായിട്ട് പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുള്ള നല്ല ഹെവി ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ കണ്ടോ, ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാണ് ഉള്ളത്. പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചില കവരകളിൽ വെളുത്ത പൂക്കളാണ്. അതിന് മെച്ചൂർഡ് ആവുന്നതനുസരിച്ച് അതിന് പിങ്ക് ലിപ്സൊക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റാണ്. 850 റുപ്പീസാണ് നമുക്ക് സൂഫി ഇന്ത്യാനയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. നമുക്ക് 450 റുപ്പീസിൻ്റെ ചെറിയ പ്ലാന്റുകൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അടുത്ത് വരുന്നത് വയലറ്റ് സെപ്റ്റംബർ അല്ലെങ്കിൽ വിയറ്റ്നാം സ്പ്ലാഷ് എന്ന് പറയുന്ന പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പൂക്കൾക്ക് ചെറുതായിട്ടൊരു ബട്ടർ കപ്പിൻ്റെ ഫ്ലവറിനോടൊക്കെ ഒരു ചെറിയ സാമ്യമൊക്കെ ഉണ്ട്. പക്ഷേ കൊലയായിട്ടുണ്ടാകും. പൂക്കളുടെ വലിപ്പം ബട്ടർ കപ്പിൻ്റെയൊക്കെ ഫ്ലവറിൻ്റെ അത്രയും ഉണ്ടാവില്ല എന്നുള്ളൂ കേട്ടോ. ഇലകളാണെങ്കിൽ ഒരു പ്രത്യേക ഷേപ്പാണ് ഇതിന് വരുന്നത്. ഈ ഒരു സൈസിലുള്ള ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത് 750 റുപ്പീസിന് 750 രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ വിയറ്റ്നാം സ്പ്ലാഷിൻ്റെ പ്ലാന്റുകൾ കൊടുക്കുന്നത്.
അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിട്ടുള്ളൊരു വെറൈറ്റിയാണ്. നമുക്ക് 2000-ൻ്റെ വലിയ പോട്ട് ഉണ്ടായിരുന്നപ്പോൾ തന്നെ എല്ലാ പ്ലാന്റുകളും വളരെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അന്ന് ഒരുപാട് പേര് നമുക്ക് ചെറിയ പ്ലാന്റുകൾക്ക് വേണ്ടി എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ 950 റുപ്പീസിനാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഒരുപാട് ഡിമാൻഡുള്ള വെറൈറ്റിയാണ്. ട്രൈ കളർ എന്നാണ് കേട്ടോ ഈ ഒരു വെറൈറ്റിയുടെ പേര് വരുന്നത്. ട്രൈ കളർ വേരിഗേറ്റഡ് ആണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. അടുത്തത് വരുന്നത് ബ്രിസ പീച്ചിൻ്റെ പ്ലാന്റാണ്. ബ്രിസ പീച്ചിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 500-ൻ്റെ പ്ലാന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി. അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് 700 റുപ്പീസിൻ്റെ പ്ലാന്റാണ്. അടുത്തത് വരുന്നത് സുവർണയാണ്. അപ്പോൾ ഇതിൽ 2 വെറൈറ്റി ഉണ്ട്. തായ് സുവർണയുണ്ട്, നോർമൽ സുവർണയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോർമലാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 500 രൂപയാണ് കേട്ടോ. 500 റുപ്പീസിനാണ് നമ്മൾ ഈ നോർമൽ വെറൈറ്റി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് തായ് സുവർണയാണ് കേട്ടോ. തായ് സുവർണയുടെ ലീഫുകൾക്കും പെറ്റൽസിൻ്റെ കളറിനും എല്ലാം ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ തായ് സുവർണ നമുക്ക് വരുന്നത് 950 റുപ്പീസിനാണ് കേട്ടോ. 950 റുപ്പീസ്, 950 രൂപയ്ക്കാണ് തായ് സുവർണ വരുന്നത്. അതുപോലെ ഇത് നോർമലാണ് വരുന്നത്. നോർമൽ നമ്മൾ സെയിൽ ചെയ്യുന്നത് 500 റുപ്പീസിനുമാണ് കേട്ടോ. 2 പ്ലാന്റിൻ്റെയും സൈസും ഡിഫറൻസും ഞാൻ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ഇതാണെങ്കിലും നല്ല കനമുള്ള കവരകളിൽ പിടിപ്പിച്ചിട്ടുള്ള കമ്പുകളാണ്. അടുത്തത് വരുന്നത് 3 സ്റ്റാറിൻ്റെ പ്ലാന്റാണ് കേട്ടോ. 3 സ്റ്റാറിൻ്റെ പ്ലാന്റ് നമുക്ക് 2 റേറ്റിലാണ് വന്നിട്ടുള്ളത്. നല്ല ബുഷി ആയിട്ടുള്ള നിറച്ച് പൂക്കളോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റുകളാണ് നമുക്ക് 3 സ്റ്റാറിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു സൈസ് വരുന്നത്. ഇത് നല്ല വലിപ്പമുള്ള നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. 3-4 കവരകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത് 790 റുപ്പീസ്, 790 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. കണ്ടോ, ഇത്രയും ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇത്രയും ബുഷി അല്ലെങ്കിൽ കൂടിയും നിറച്ച് പൂക്കളൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ്. ചെറിയ സൈസ് ഡിഫറൻസ് ഉണ്ട്. 550 രൂപയ്ക്കാണ് ഈ ഒരു സൈസിലുള്ള 3 സ്റ്റാർ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് കഴിയുന്നതനുസരിച്ച് കാർട്ടിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് നോക്കി നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ, ഏതാണ് വേണ്ടത് എന്നുള്ളത്. അടുത്തത് വരുന്നത് ഒരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ. ജയ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. മലേഷ്യൻ ജയ എന്നാണ് ഈ ഒരു വെറൈറ്റിയുടെ ഐ ഡി വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. നിറച്ച് പൂക്കളാണ്. നല്ല ബ്ലൂമിങ് കപ്പാസിറ്റി ഉള്ള 2-3 വെറൈറ്റീസ് ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ നിറയെ പൂക്കൾ വരുന്നുണ്ട്. നിറച്ച് ബഡ്ഡുകളാണ്. കമ്പിൻ്റെ സൈഡിലെല്ലാം ബഡ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. ഈ ഒരു സൈസിൻ്റെ പ്രൈസ് വരുന്നത് 950 റുപ്പീസാണ് കേട്ടോ. 950 രൂപ തന്നെയാണ് ജയയുടെ പ്രൈസും വരുന്നത്. അടുത്തത് വരുന്നത് റോയൽ ഡോൾഫിൻ്റെ പ്ലാന്റാണ്. നമ്മൾ 300 റുപ്പീസിന് മീഡിയം സൈസ് പ്ലാന്റുകൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം ബുഷിയായിട്ട് പൂക്കളൊക്കെ ആയിട്ടുള്ള വെറൈറ്റിയാണ്. നിറച്ച് പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് റോയൽ ഡോൾഫിൻ്റെ പ്ലാന്റുകൾക്ക്. അപ്പോൾ ഈ റോയൽ ഡോൾഫിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ ഇന്ന് സെയിൽ ചെയ്യുന്നത് 400 റുപ്പീസിനാണ് കേട്ടോ. 400 രൂപയാണ് റോയൽ ഡോൾഫിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തത് യെല്ലോ ബട്ടർഫ്ലൈ ഉണ്ട്. യെല്ലോ ബട്ടർഫ്ലൈയുടെ പ്ലാന്റിന് നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു. മുമ്പ് നമുക്ക് 350-യുടെ ചെറിയ പ്ലാന്റുകൾ അവൈലബിൾ ആയിരുന്നു. അന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ളത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ്. നിറയെ പൂക്കളും ഒക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള വലിപ്പമുള്ള പ്ലാന്റുകളാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 700 റുപ്പീസാണ് കേട്ടോ. പിന്നെ ബട്ടർഫ്ലൈ വെറൈറ്റീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബുഷി ആവുന്നതിന് പകരം കമ്പുകളെല്ലാം നീണ്ടു പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് പൂക്കളൊക്കെ കഴിയുമ്പോൾ പ്രൂൺ ചെയ്ത് കൊടുത്ത് ബുഷിയാക്കി നിർത്താനും സാധിക്കുന്ന പ്ലാന്റാണ് കേട്ടോ. ഇത് കണ്ടോ, ബട്ടർഫ്ലൈ വെറൈറ്റീസിൻ്റെ എല്ലാ കവറുകളും ഇങ്ങനെ നീണ്ട് വേഗം വളർന്നു പോകും. ഹാങ്ങിങ് പോട്ടിനൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വെറൈറ്റിയാണ് ഈ യെല്ലോ ബട്ടർഫ്ലൈ കേട്ടോ. അടുത്തത് വരുന്നത് പലേക്കർ അല്ലെങ്കിൽ അരുണ റെഡ് എന്ന് പറയുന്ന പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് ഇതിൻ്റെ ഒരു കളറ് നമുക്ക് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റില്ല. നമ്മുടെ റൂബി റെഡിൻ്റെ കളറിനേക്കാളും റൂബി റെഡിൻ്റെ അത്രയും ഡാർക്ക് അല്ല എങ്കിൽ കൂടി റൂബി റെഡിനെ പോലെ തന്നെ ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ ആ ഒരു ഡാർക്ക്നെസ് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. ഇത്രയും ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത്. 350 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ
നമുക്ക് ഹാങ്ങിങ്ങിലും ഇടാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അടുത്തത് വരുന്നത് യെല്ലോ മൊണാലിസയാണ്. മൊണാലിസ യെല്ലോയുടെ 400ൻ്റെ ചെറിയ പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വലിയ 8 ഇഞ്ച് പോട്ടിലുള്ള പ്ലാന്റുകളാണ്. 600 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തത് നമ്മുടെ ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാ കളറുകളും വിരിഞ്ഞ് നിൽക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. 650 റുപ്പീസാണ് നമ്മുടെ ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റിന് പ്രൈസ് വരുന്നത് കേട്ടോ. പ്ലാന്റിൻ്റെ കംപ്ലീറ്റ് വ്യൂ നല്ല വലിപ്പമുള്ളതുകൊണ്ട് തന്നെ ആണ് നമുക്ക് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റാത്തത്. അടുത്തത് വരുന്നത് ചില്ലി ഓറഞ്ചിൻ്റെ പ്ലാന്റാണ്. ചില്ലി ഓറഞ്ചിൻ്റെ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. 450 രൂപയാണ് കേട്ടോ ചില്ലി ഓറഞ്ചിൻ്റെ പ്ലാന്റിന് പ്രൈസ് വരുന്നത്. ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് ചില്ലി ഓറഞ്ചിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. അടുത്തത് ചില്ലി പിങ്കിൻ്റെ പ്ലാന്റാണ്. ചില്ലി പിങ്ക് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തൊരു വെറൈറ്റിയാണ്. എപ്പോഴും ഉണ്ടെങ്കിൽ കൂടിയും ഒരുപാട് കിട്ടാനൊന്നും ഇല്ലാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ. 450 രൂപ തന്നെയാണ് ചില്ലി പിങ്കിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് ഓറഞ്ച് മസൂരിയുടെ പ്ലാന്റാണ്. ഓറഞ്ച് മസൂരിയുടെ നല്ല ബുഷിയായിട്ടുള്ള നിറച്ച് പൂക്കളൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. 550 രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. ഓറഞ്ച് മസൂരിയുടെ കുറച്ച് വലിയ പോട്ടുകൾ അവൈലബിൾ ആണ് കേട്ടോ. അടുത്തത് വരുന്നത് ഒരു റെയർ വെറൈറ്റി ആണ് കേട്ടോ. ലെമൺ ടീ എന്നാണ് ഈ ഒരു വെറൈറ്റിയുടെ പേര് വന്നിട്ടുള്ളത്. ഞാനിതിൻ്റെ റെഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം. പൂക്കൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നിറയെ ഇങ്ങനെ നക്ഷത്രങ്ങൾ തെളിഞ്ഞ് നിൽക്കുന്നത് പോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതൊരു പുതിയ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. 1500 രൂപയാണ് ലെമൺ ടീയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തത് ഈ ഒരു വെറൈറ്റിയുടെ ഐഡിയ എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല. പൂക്കളെക്കാളും ഭംഗിയുണ്ട് ഇലകൾ കാണാൻ. പൂക്കൾ ഇതിൽ ആയി വരുന്നുള്ളൂ. നിറച്ച് ബഡൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് പ്ലാന്റിന് വരുന്നത്. ഒരു ഡാർക്ക് പിങ്ക് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഫോണിൽ എടുക്കുമ്പോൾ ആ ഒരു ഡാർക്ക്നെസ് കിട്ടുന്നില്ല. അപ്പോൾ ഐഡിയ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഇട്ടാൽ എനിക്കും കൂടി പഠിക്കാമായിരുന്നു കേട്ടോ. പ്രൈസ് വരുന്നത് 500 രൂപയാണ് കേട്ടോ ആ പ്ലാന്റിന്. അടുത്തത് വരുന്നത് നമ്മുടെ ഹാങ്ങിങ് വെറൈറ്റിയിൽ വരുന്ന ബ്ലൂബെറി ഐസ് ആണ് കേട്ടോ. ബ്ലൂബെറി ഐസിൻ്റെ ഹാങ്ങിങ് ആണ് വന്നിട്ടുള്ളത്. ഹെവി ബുഷി പോട്ടുകളാണ് വന്നിട്ടുള്ളത്. ഓരോ പ്ലാന്റും കണ്ടോ ഇത്രയും ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. 300 രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഹാങ്ങിങ് പോട്ട് സെയിൽ ചെയ്യുന്നത്. നിറച്ചു കവരകളൊക്കെ ആയിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. അതുപോലെ തന്നെ നിറച്ച് ബഡൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അതുകൊണ്ടോ ഓരോ പോട്ട് എടുത്ത് നോക്കിയാൽ ഇത്രയും ബുഷിയായിട്ട് തന്നെ നിൽക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് 300 രൂപയാണ്. അടുത്ത് വരുന്നത് റെഡ് ടോങ്ലോങ്ങിൻ്റെ പോട്ട് സൈസ് പ്ലാന്റാണ്. റെഡ് ടോങ്ലോങ്ങിൻ്റെ നിറച്ച് ബഡൊക്കെ വന്നിട്ടുള്ള ഹെവി ബുഷിയായിട്ടുള്ള പോട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് പ്രൈസ് വരുന്നത് 700 റുപ്പീസാണ് കേട്ടോ. നമുക്ക് മുമ്പ് കവർ സൈസ് അവൈലബിൾ ആയിരുന്നു. കവർ സൈസ് നമ്മൾ ആ വീഡിയോയിൽ ഇട്ട സെയിം ഡേ തന്നെ ഏകദേശം പ്ലാന്റുകളും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കവർ സൈസ് അവൈലബിൾ അല്ല കേട്ടോ. ഇപ്പോൾ ഇതാണ് സൈസ് വരുന്നത് കേട്ടോ. 700 റുപ്പീസാണ് ഈ ഒരു സൈസിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല നീളമൊക്കെ ഉണ്ട്. മാക്സിമം പോട്ട് സൈസ് പ്ലാന്റുകൾ എല്ലാവരും തന്നെ പെറ്റ് സർവീസ് തന്നെ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അടുത്ത് വരുന്ന അദർനയുടെ പ്ലാന്റാണ്. അദർനയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 900 റുപ്പീസാണ്. 900 രൂപയാണ്. നമുക്ക് അദർനയുടെ പ്ലാന്റുകൾ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സീസണിൽ റൂട്ടഡ് പ്ലാന്റുകൾ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാര്യം എല്ലാവരുടെയും പ്രൊഡക്ഷൻ നല്ല വെയിലായതുകൊണ്ട് തന്നെ പ്ലാന്റിന് റൂട്ട് വരാത്തത് കൊണ്ട് തന്നെ നിർത്തി വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് റൂട്ടഡ് പ്ലാന്റുകൾ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് കേട്ടോ. അടുത്തത് വരുന്നത് വയലറ്റ് ടോങ്ലോങ്ങിൻ്റെ പ്ലാന്റ് അല്ലെങ്കിൽ പർപ്പിൾ ടോങ്ലോങ്ങിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ. നമ്മൾ റെഡും ഓറഞ്ചും പീച്ചും ഒക്കെ എപ്പോഴും കിട്ടുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് പർപ്പിൾ അങ്ങനെ അധികം മാർക്കറ്റിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സൈസാണ് പ്ലാന്റിൻ്റെ വരുന്നത്. പ്രൈസ് വരുന്നത് 800 റുപ്പീസ്, 800 രൂപയാണ് കേട്ടോ പർപ്പിൾ ടോങ്ലോങ്ങിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്ത് വരുന്നത് ബിദാദാരിയുടെ പ്ലാന്റാണ്. ബിദാദാരിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 700 റുപ്പീസാണ് കേട്ടോ. 700 രൂപയാണ് ഈ ഒരു സൈസിലുള്ള ബിദാദാരിയുടെ പ്രൈസ് വരുന്നത്.
അടുത്തതൊരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ. റൂബിയാന എന്നാണ് ഇതിൻ്റെ ഐ ഡി വരുന്നത്. ഇതിൻ്റെ ഫ്ലവർ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കളറ് ഡാർക്ക് വയലറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ്. ബാക്കിയുള്ള പിങ്ക് വെറൈറ്റീസിൻ്റെ ഒന്നും കളറ് കറക്റ്റായിട്ട് വീഡിയോയിൽ വരാത്തതുപോലെ തന്നെ ഇതിൻ്റെ കളറ് നമുക്ക് വീഡിയോയിൽ എക്സാക്റ്റ് കാണിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. കാര്യം ഇത് നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് അല്ലെങ്കിൽ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത്. പക്ഷേങ്കിൽ ഇതിൽ കാണുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഐ ഡി വരുന്നത് റൂബിയാന. ഇതൊരു പുതിയ ഹൈബ്രിഡാണ്. പ്രൈസ് വരുന്നത് 1200 രൂപയാണ് കേട്ടോ. അടുത്തത് വരുന്നത് ചില്ലി ഐസ്ക്രീമിൻ്റെ പ്ലാന്റാണ്. ചില്ലി ഐസ്ക്രീമിൻ്റെയും ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു സൈസിലുള്ള ചില്ലി ഐസ്ക്രീമിൻ്റെ ഫ്ലവറൊക്കെ ഇട്ട് തുടങ്ങിയ പ്ലാന്റുകളാണ്. 450 രൂപയാണ് പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നപ്പോൾ നിറച്ച് പൂക്കളുള്ള പ്ലാന്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ബഡുള്ള പ്ലാന്റുകളാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അടുത്ത് വരുന്നത് വിശാഖ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ. ജയ പോലെ തന്നെ ഹെവി ബ്ലൂമിങ് കപ്പാസിറ്റി ഉള്ള പ്ലാന്റാണ് വിശാഖ. കാര്യം നിറച്ച് ബഡുകളാണ്. നിറച്ച് ബഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തളിർപ്പിലും നിറച്ച് ബഡുകളായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 950 രൂപയാണ് കേട്ടോ. 950 റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് ട്രൈ കളർ ബട്ടർഫ്ലൈയുടെ പ്ലാന്റാണ് കേട്ടോ. 950 റുപ്പീസ് ആയിരുന്നു നമുക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന പ്ലാന്റുകൾ. ഇപ്പോൾ നമുക്ക് 950യുടെ പ്ലാന്റുകൾ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് 750 റുപ്പീസിൻ്റെ ട്രൈ കളർ ബട്ടർഫ്ലൈ ആണ് കേട്ടോ. നിറയെ പൂക്കളും ഒക്കെ ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ബുഷി പ്ലാന്റുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അടുത്ത് വരുന്ന ബട്ടർ കപ്പിൻ്റെ പ്ലാന്റാണ്. ബട്ടർ കപ്പിൻ്റെ 2 സൈസ് അവൈലബിൾ ആണ്. ഇത് 1000 റുപ്പീസിൻ്റെ പ്ലാന്റാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത്. അതുപോലെ തന്നെ 8 ഇഞ്ച് പോട്ടിലുള്ള 1500 റുപ്പീസിൻ്റെ പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് പ്ലാന്റാണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്തോളൂ കേട്ടോ. ഞാൻ കാർട്ടിൽ രണ്ടും ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. അടുത്ത് വരുന്നത് ജാസ്മിൻ വൈറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിന് ചിലർ 4 പെറ്റൽസ് എന്ന് പറയുന്നുണ്ട്, ഫോർമോസ വൈറ്റ് എന്ന് പറയുന്നുണ്ട്. എക്സാക്റ്റ് ഐഡിയ എന്താണ് എന്നുള്ളത് എനിക്കും കറക്റ്റ് അറിയില്ല. ജാസ്മിൻ വൈറ്റ് എന്ന് പറഞ്ഞാണ് എനിക്ക് ഈ പ്ലാന്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 400 റുപ്പീസാണ്. ഹെവി ബ്ലൂമറാണ് കേട്ടോ. നന്നായിട്ട് പൂത്ത് വരുന്നൊരു വെറൈറ്റിയാണ്. മുള്ളില്ലാത്തൊരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഹാങ് ചെയ്തിടാനൊക്കെ പറ്റുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. അടുത്തത് ചിത്രയുടെയാണ്. ചിത്രയുടെ നല്ല പൂക്കളൊക്കെ വന്നിട്ടുള്ള ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല കവറുകൾക്കെല്ലാം നല്ല തടിപ്പൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അത് പ്ലാന്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. ഈ ഒരു സൈസിൻ്റെ പ്രൈസ് വരുന്നത് 200 റുപ്പീസാണ് കേട്ടോ. അടുത്തത് വരുന്നത് നമ്മളുടെ ഗ്ലോസി ബ്രിസ അല്ലെങ്കിൽ ബ്രിസ മജന്ത എന്നൊക്കെ പറയുന്ന പ്ലാന്റാണ്. നിറച്ച് പൂക്കളും നിറച്ച് കവറുകളും നിറച്ച് ബഡൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ വട്ടവും നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. പൂക്കൾ കണ്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ പൂക്കൾ ഒരു പ്രത്യേക കളറാണ് കേട്ടോ. ഇലകളും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. അടുത്തത് വരുന്നത് നമ്മുടെ ബ്രിസ റെഡിൻ്റെ പ്ലാന്റാണ്. 2000 റുപ്പീസാണ് കേട്ടോ പ്രൈസ് വരുന്നത്. നിറച്ച് പൂക്കൾ വന്നിട്ടുള്ള പ്ലാന്റാണ്. അതുപോലെ ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണെങ്കിൽ കൂടി ഇത് തൊലിഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് അല്ല കേട്ടോ. ഇത് വി ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ മോൾ ഭാഗം ഗ്രാഫ്റ്റഡ് പോർഷൻ എത്ര വളർന്നാലും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. ഗ്രാഫ്റ്റിൽ നിന്ന് വിട്ടു പോകുകയൊന്നും ചെയ്യാത്ത പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ബ്രിസ റെഡിൻ്റെ പ്ലാന്റ്. വീഡിയോ എടുത്തപ്പോഴുള്ള എന്തോ ഒരു മിസ്റ്റേക്ക് കാരണമാണ് കേട്ടോ. കറക്റ്റായിട്ട് ആ പ്ലാന്റിൻ്റെ സൈസ് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇതാണ് സൈസ് വരുന്നത് കേട്ടോ. ₹1000 കേട്ടോ പ്രൈസ് വരുന്നത്. ബ്രിസയുടെ ഇപ്പോൾ നമുക്ക് ഏകദേശം 4 വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. വൈറ്റും മജന്ത പിന്നെ റെഡും പീച്ചും 4ഉം നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് വരുന്നത് അടുത്തത് ഇത്രയൊക്കെയാണ് നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. പിന്നെ ഈ കാണുന്നത് ഈ വെറൈറ്റീസ് എല്ലാം തന്നെ കുറച്ച് റെയർ വെറൈറ്റീസാണ്. അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള വെറൈറ്റീസുമാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ വാങ്ങിക്കാനുള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊന്നും കാർട്ടിൽ കാര്യമായിട്ട് ആഡ് ചെയ്തിടാത്ത വെറൈറ്റീസാണ് കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതോടുകൂടി ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, കോളുകൾ മാക്സിമം ഒഴിവാക്കുക കേട്ടോ. നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ടുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് എഴുതി അറിയിക്കുക കേട്ടോ. പിന്നെ നമുക്ക് പല പ്ലാന്റുകളും സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റോക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. മഹാറാണിയുടെ പ്ലാന്റൊക്കെ നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞു. ഏകദേശം വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളത് വീഡിയോയിൽ പറയാതിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.